നമുക്ക് ചിക്കൻ ഫ്രൈ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം. ചോറിൻ്റെ കൂടെ അല്ലാതെയും എന്തിൻ്റെയും കൂടെ നമുക്ക് കഴിക്കാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആസിയാസ് കിച്ചൺ. ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് നാരങ്ങ നീര് ഇത്രയും കൂടെ വെച്ചതിന് ശേഷം നമുക്കൊന്ന് നന്നായി ഇളക്കി അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് 3 സവാള ചെറുതായി അരിഞ്ഞെടുക്കണം. കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ അരിഞ്ഞെടുക്കുക. കറിവേപ്പിലയും കൂടെ എടുത്ത് പാനെടുത്ത് അടുപ്പിൽ വെച്ച ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇത് 3ഉം കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് കുറച്ച് വറ്റലും മുളകും 4 പച്ചമുളകും അരിഞ്ഞതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായി ഇളക്കി കൊടുക്കാം. ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനിൽ ഒട്ടും നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. നമുക്കിനി ഒരു 10 മിനിറ്റ് അടച്ച് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വയ്ക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കണം. ഇത് അപ്പോൾ ഇവിടെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ എടുക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.